DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട 3 പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സെപ്റ്റംബർ മാസത്തിലെ 1600 രൂപയുടെ വിതരണം ഇന്നു മുതലാണ് ആരംഭിക്കുന്നത്. ഇതോടൊപ്പം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഒരു വിഭാഗം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ബന്ധപ്പെടുകയും ചെയ്തു വരികയാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പും എത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നവംബർ ഡിസംബർ മാസങ്ങളിലായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമെന്ന് ഉറപ്പായതോടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയവർക്ക് തടസ്സങ്ങൾ മാറ്റി പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുവാനുള്ള നടപടികൾ ഇപ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലുമെല്ലാം വാർഡ് അടിസ്ഥാനത്തിൽ പെൻഷന് അർഹരാക്കപ്പെടുന്നവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാതിരുന്നതുകൊണ്ടും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുകൊണ്ടും പെൻഷൻ മുടങ്ങിപ്പോകുന്നവരെ അക്കാര്യങ്ങൾ പൂർത്തീകരിച്ച് പെൻഷന് അർഹരാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയും ഇവരെ വാർഡ് മെമ്പർ നേരിട്ടോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ എല്ലാം ബന്ധപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി വരുമാന സർട്ടിഫിക്കറ്റും മസ്റ്ററിംഗും പൂർത്തിയാക്കാതെ പെൻഷൻ മുടങ്ങുവാൻ ഇടയാകുന്നവർ അത്തരം സാഹചര്യം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക എന്നാണ് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമത്തെ അറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒട്ടേറെ മാസത്തെ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലുള്ളവർക്ക് കുടിശ്ശികയായിട്ടുള്ളത്. അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബർ 29-ാം തീയതി മുതൽ ഒക്ടോബർ 4-ാം തീയതി വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത്. അടുത്തത്, കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ച സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെ വിതരണത്തെക്കുറിച്ചാണ്. സെപ്റ്റംബർ 25 വ്യാഴാഴ്ച മുതൽ ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ധനവകുപ്പ് 841 കോടി രൂപ അനുവദിക്കുകയും ചെയ്തതായി മന്ത്രി അറിയിച്ചിരുന്നു. 62 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ വീതം 25-ാം തീയതി മുതൽ ലഭിക്കുന്നതിൽ 26 ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടും പെൻഷൻ തുക എത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതുകൂടാതെ 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടതെന്നും എന്നാൽ ഇതിനാവശ്യമായ 24 കോടിയോളം രൂപ സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. അതിനാൽ ക്ഷേമ പെൻഷൻ തുകയിൽ കുറവ് വരുന്നവർക്ക് കേന്ദ്രവിഹിതമായ 200, 300, 500 തുടങ്ങിയ തുകകൾ കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇത്തരത്തിൽ എല്ലാ വിഭാഗം ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബറിലെ 1600 രൂപ വീതം ലഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ധനമന്ത്രി പറഞ്ഞ സെപ്റ്റംബർ 25-ന് വൈകിട്ട് 4 മണി വരെയും DBT സെല്ലിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയുണ്ടായിട്ടില്ല. ഇതിനു മുൻപും പല മാസങ്ങളിലും ധനമന്ത്രി പറയുന്ന തീയതി കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞാണ് പലപ്പോഴും DBT സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നത്. പലപ്പോഴും സാങ്കേതിക തകരാറുകളാണ് കാരണമെന്ന് പറയുമെങ്കിലും ചിലപ്പോഴൊക്കെ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള താമസവും കാരണം പെൻഷൻ വിതരണം വൈകിയിരുന്നു. 25-ാം തീയതിയും പെൻഷൻ വിതരണത്തിന്റെ ധനവകുപ്പിൽ നിന്നുള്ള ഔദ്യോഗിക ഉത്തരവ് ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. അതിനാൽ പെൻഷൻ തുക ഇന്ന് വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പെൻഷൻ ആർക്കെങ്കിലും ഇന്ന് വന്നുവെങ്കിൽ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ വെള്ളിയാഴ്ചയും അക്കൗണ്ടിൽ തുകയെത്തിയില്ലെങ്കിൽ 27-ാം തീയതി 4-ാം ശനി ബാങ്ക് അവധിയാണ്. പിന്നീട് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ എത്തിച്ചേരുക. വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. DBT സെല്ലിൽ നിന്നും വിതരണം തുടങ്ങിയാൽ അക്കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.